ഒരാൾക്ക് ജീവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ആ ജീവൻ എങ്ങനെയാണ് പ്രാപിക്കാൻ പറ്റുന്നത്? അതിവിടെ വ്യക്തമായിട്ട് പറയുന്നു, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ദൈവത്തിൻ്റെ ജീവൻ ഒരാളിലേക്ക് വരുന്നത് കർത്താവായ യേശുവിൻ്റെ ശരീരത്തിലൂടെയാണ്. എവിടെയാണ് കർത്താവിൻ്റെ ശരീരമുള്ളത്? വിശുദ്ധ കുർബാനയിലാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും നാം ഭക്ഷിക്കുന്നത്. ഈശോയുടെ ശരീര രക്തങ്ങളെ നാം ഭക്ഷിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ലോകത്തിന് ജീവൻ ഉണ്ടാകുന്നത്? അവൻ്റെ അടുക്കൽ വരിക, അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും ഭക്ഷിക്കുക. നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് നിങ്ങളും തമ്മിൽ കൂട്ടായ്മയില്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ്. ജീവൻ, നിങ്ങൾ തിരുവെഴുത്തുകൾ അന്വേഷിക്കുന്നു, അവയിൽ ജീവനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ ജീവൻ സ്വീകരിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ മനസ്സാകുന്നില്ല. എങ്ങനെയാണ് ജീവൻ സ്വീകരിക്കുന്നത്? ജീവൻ സ്വീകരിക്കുന്നത് ഈശോയുടെ ശരീരത്തിലൂടെയാണ്.